യെസ് ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ഡെയർ ഡെവൽ ബോൺ അഗെയിൻ സീരീസിന്റെ സീസൺ ഫിനാലെ ഇന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ചെറിയ രീതിയിൽ നമ്മൾ സ്പോയിലേഴ്സ് ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആക്ച്വലി സ്പോയിലർ ഫ്രീ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡെയർ ഡെവൽ സീരീസിനെ കുറിച്ചിട്ടുള്ളത് തന്നെ. സോ ഞാനിവിടെ മെൻഷൻ ചെയ്യുക. സോ നിങ്ങൾക്ക് അത് കണ്ട് നോക്കാവുന്ന തന്നെയാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് നെറ്റ്ഫ്ലിക്സിലുണ്ടായിരുന്ന ഡെയർ ഡെവലിന്റെ സീരീസിന് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് കണ്ട് നോക്കാവുന്ന തന്നെയാണ്. സോ അത് പറഞ്ഞുകൊണ്ട് തന്നെ ബോൺ അഗൈൻ്റെ സീസൺ ഫിനാലെയും ഇനി എല്ലാം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ഈ ഒരു സീരീസ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ എനിക്കറിയാം ഞാൻ നിങ്ങളുടെ ആരുടെ സമയം കളയുന്നില്ല, നേരെ നമുക്ക് തുടങ്ങിക്കളയാം. സോ ഫൈനലി അങ്ങനെ നമുക്ക് ഈ ഒരു സീരീസ് മൊത്തത്തോടെ ഇപ്പം നമുക്ക് എന്താണെങ്കിലും പ്രോപ്പർ റിവ്യൂ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആദ്യമേ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയാം, മാർവലിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. മാർവൽ ടെലിവിഷനകത്തേക്ക് നമ്മൾ നോക്കിയാൽ ഒരു തിരിച്ചുവരവ് തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും ഈ ഒരു ബോൺ അഗൈനിൽ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞേക്കണം. കാരണം നല്ല ആദ്യത്തെ എപ്പിസോഡ് പോലെ ഈ ലാസ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ള 9ാമത്തെ എപ്പിസോഡ് വരെ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ നല്ലൊരു കിഡിലനായിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് അവർക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് സീരീസ് സോളിഡ് ആണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് ഡെയർ ഡെവിൾ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളെ ഈ ഒരു സീരീസ് കൊണ്ട് നിങ്ങളെ ഒരു രീതിയിലും ഡിസപ്പോയിന്റ് ചെയ്യില്ല. അതേ സെയിം വൈബ് നമുക്ക് ഇതിനകത്ത് അവർക്ക് തരാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ. സോ ഡെയർ ഡെവിൾ ബോൺ അഗൈൻ സത്യം പറയുന്ന ഒരു പവർ സ്ട്രഗിൾ ബിറ്റ്വീൻ നമ്മുടെ മാറ്റ് മർഡോക്കും അതുകൂടാതെ തന്നെ വിൽസൺ ഫിസ്കും തമ്മിലുള്ള ഒരു പവർ സ്ട്രഗിളും ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ക്യാരക്ടർ ആർക്കുമാണ് അവർ കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ പല ലേയേഴ്സ് ആയിട്ട് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് ത്രൂ ഔട്ട് ഈ ഒരു 9 എപ്പിസോഡിൽ തന്നെ. കാരണം വിൽസൺ ഫിസ്കിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം കിൻപിന്നിൽ നിന്ന് പുള്ളിക്കാരൻ ആ ഒരു ന്യൂയോർക്കിനെ മേയർ ആകാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു പെർസ്യൂ ചെയ്യുന്ന ഒരു ജേർണി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് സീരീസിൻ്റെ ഫിനാലയിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് പുള്ളിക്കാരൻ അച്ചീവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ മാറ്റ് മർഡോക്കിൻ്റെ രീതിയിലേക്ക് നമ്മൾ നോക്കിയാൽ പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് മരിക്കുന്ന പോലാണ് സത്യം പറഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. കാരണം ഫോഗി നെൽസൺ മരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഡെയർ ഡെവിളിൻ്റെ ആ ഒരു മാൻഡിൽ തന്നെ ഗീവ് അപ്പ് ചെയ്യുന്നു. കാരണം ഇനി എനിക്ക് ഡെയർ ഡെവിൾ ആകണ്ട എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യത്തെ എപ്പിസോഡ് മുതൽ തന്നെ. ആൻഡ് അതാ പറഞ്ഞൊരു പവർ സ്ട്രഗിൾ, ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റും മൾട്ടിപ്പിൾ ലേയേഴ്സ് ഓഫ് എന്താ പറഞ്ഞ ഒരു ക്യാരക്ടർ ഇമോഷൻസ് കൂടി അവർ നമ്മളെ കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ത്രൂ ഔട്ട് ഈ ഒരു 2 ക്യാരക്ടറിൻ്റെ ഗ്രോത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയാൻ തന്നെയാണ് റിലേഷൻഷിപ്പ്. നമ്മൾ വിൽസൺ ഫിസ്കിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതുകൂടാതെ തന്നെ ഡെയർ ഡെവിളിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് വെറൈറ്റി രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്തതും അതുകൂടാതെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്തിട്ട് അവിടുന്ന് ഡിസ്ട്രോയ് ചെയ്യുന്നത് വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ അതാ പറഞ്ഞത് ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ 2 ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഗ്രോത്ത് ആണ് ത്രൂ ഔട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ അത് സൂപ്പറായിട്ട് തന്നെ അവർക്ക് ഈ ഒരു സീസണിൽ എക്സിക്യൂട്ട് ചെയ്യാനും കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് ഇവരുടെ കാര്യം പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് പണിഷറും അതുകൂടാതെ തന്നെ നമ്മുടെ ബുൾസൈൻ്റെ ആർക്കാണെങ്കിലും അതുകൂടാതെ തന്നെ പണിഷറിൻ്റെ ആർക്കാണെങ്കിലും ത്രൂ ഔട്ട് ഈ ഒരു സീസണിനകത്ത് അവർക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബുൾസൈഡ് ഇൻറ്റൻഷൻ എന്താണ്, ബുൾസൈഡ് എൻഡ് ഗോൾ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് മാറ്റ് മർഡോക്കിൻ്റെ ആ ഒരു സാക്രിഫൈസ് എല്ലാം നമ്മൾ എന്താണ് 8ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ ആർക്കും അവർക്ക് സൂപ്പറായിട്ട് ഇതിനകത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പനിഷറിൻ്റെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം പനിഷർ ഒരു അലൈ എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഡെയർ ഡെവിളിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ആൻഡ് 8ാമത്തെ എപ്പിസോഡിൽ അത് കുറച്ചും കൂടി വെറൈറ്റി ലെയേർഡ് ആയിട്ട് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങളും ആൻഡ് ഫൈനലി പുള്ളിക്കാരനെ ട്രാപ്പ് ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേ ഞാൻ പറഞ്ഞ ഈ 2 ക്യാരക്ടേഴ്സും ഇതേപോലെ തന്നെ സൈഡ് ക്യാരക്ടേഴ്സിനും അവർ കിടിലനായിട്ട് തന്നെ അവർക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഈ ഒരു 9 എപ്പിസോഡിനകത്ത് അവർ ചെയ്തിട്ടുള്ള സിനിമോട്ടോഗ്രാഫിയും അതുകൂടാതെ തന്നെ ത്രൂ ഔട്ട് ഈ ഒരു സീരീസിൻ്റെ പേസിങ്ങും അവർക്ക് ഒരു രീതിയിലും അതായത് നമ്മളങ്ങനെ ഡ്രാഗ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കുറേ പ്ലോട്ട് ലൈൻ വലിച്ചു വാരി കയറ്റുന്നത് അതൊന്നും അവർ നമ്മളെ കാണിച്ചു തന്നിട്ടില്ല. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഒരു ഡയറക്ഷൻ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ റൈറ്റേഴ്സിന് കൊടുക്കേണ്ട ഒരു ക്രെഡിറ്റ് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ബോർ അടിക്കുന്നത് എന്താണെങ്കിലും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ പറയുക എപ്പോഴെങ്കിലും എന്തെങ്കിലും സീനിനകത്ത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ അവരെ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് അത് തന്നെയാണ് ഈ ഒരു സീരീസിൻ്റെ മറ്റൊരു വിജയമായിട്ടുള്ളൊരു കാര്യം തന്നെ. ഇനി നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആക്ഷൻ എങ്ങനെയുണ്ടെന്ന് തന്നെയാണ്. ആൻഡ് മാർവൽ ടെലിവിഷൻ സീരീസിലെ തന്നെ ആദ്യത്തെ മെച്യൂർഡ് ആയിട്ടുള്ളൊരു സീരീസും കൂടി തന്നെയാണ് ഇത്. ഇതിനു മുമ്പ് നമ്മൾ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ സിനിമയാണ്. പക്ഷേ മാർവൽ ടെലിവിഷൻ സീരീസിൽ നമുക്ക് ആദ്യമായി ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു TV MA സീരീസും കൂടിയായിരുന്നു ബോൺ അഗെയിൻ. ആൻഡ് ആ ഒരു മെച്യൂർ റേറ്റിംഗ്, ആക്ഷൻസ് നല്ല രീതിയിൽ തന്നെ ഗ്രൗണ്ടഡ് ആണ്. അത് നമുക്ക് ഇതിനകത്തും കുറേ കൂടി കൂടുതൽ ഹാൻഡ് ടു ഹാൻഡ് ആക്ഷൻസ് ഒക്കെ നമുക്ക് പല എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഞാൻ പറയുവാണെങ്കിൽ ഇവർ നേരത്തെ നമ്മളെ ആക്ച്വലി ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റത്തെ എപ്പിസോഡിലായിരിക്കും
ആയിരിക്കും കുറച്ചും കൂടി കൂടുതൽ ബ്ലഡ് ആൻഡ് ഗോർ നമ്മൾ കാണാൻ പോകുന്നത്. അത് അവർ നമ്മളെ കൂടുതൽ തന്നെയാണ് നമുക്ക് ലാസ്റ്റ് എപ്പിസോഡിൽ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ കിൻപിൻ പോയിട്ട് ഒരാളുടെ തല ഞെക്കി പൊട്ടിക്കുന്നവരെ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അതാ പറഞ്ഞത്, ആ ഒരു ബ്ലഡ് ആൻഡ് ഗോർ കാര്യങ്ങൾ അവർക്ക് സൂപ്പറായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താണ് ഡെഡ്പൂൾ ആൻഡ് വുൾവറിനിൽ കണ്ട അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലാണ് അവർക്ക് ഇതിനകത്ത് കാണിച്ചു തരാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ഷൻസ് പല എപ്പിസോഡിനകത്തും അവർക്ക് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ സിനിമോട്ടോഗ്രാഫിയും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ചുമ്മാ കുറേ ബ്ലഡ് ആൻഡ് ഗോർ വാരി വലിച്ചിട്ടേക്കണമല്ല, നല്ലൊരു കോറിയോഗ്രാഫി ത്രൂ ഔട്ട് അവരെന്താണെങ്കിലും കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ സത്യം പറഞ്ഞാൽ ഡെയർ ഡെവിളിൻ്റെ ഒരു ഫാൻ ആണെങ്കിൽ തന്നെ ഡെയർ ഡെവിളിനെ നമ്മുടെ MCUയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതി വൻ ശോകം തന്നെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഷീ ഹൾക്ക് സീരീസിലും കൂടിയാണ് നമ്മൾ ആക്ച്വലി ഡെയർ ഡെവിളിനെ MCUയിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി ഈ ഒരു സീരീസ് കാണാൻ തുടങ്ങിയപ്പോഴും എനിക്ക് ചെറിയ രീതിയിൽ ഞാൻ ഭയങ്കര രീതിയിൽ തന്നെ ഡൗട്ട് അടിച്ചായിരുന്നു ഞാൻ കണ്ടത്. കാരണം ഇതും അവന്മാർ അലമ്പാക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഷീ ഹെൽക്കും ഡെയർ ഡെവിലും തമ്മിൽ നമ്മൾ നോക്കിക്കുന്ന ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് നമുക്ക് എന്താണെങ്കിലും കാണാൻ കഴിയും. അതെന്ത് ക്രിഞ്ചായിരുന്നു. അത് നമ്മൾ ഓരോരുത്തരും മറന്നു കളാം. അങ്ങനെ ഒരു സാധനം സംഭവിച്ചിട്ടില്ലെന്ന് തന്നെ വിചാരിക്കുക. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബോൺ അഗെയിൻ അവർക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പിന്നെ സീരീസ് എങ്ങനെയാണ് എൻഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെയർ ഡെവിലിൻ്റെ സൈഡിലേക്ക് നമ്മൾ നോക്കിയാൽ ഒരു സിറ്റി റീബിൽഡ് ചെയ്യണമെന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് കിൻപിൻ ഇപ്പോൾ മേയറും കാര്യങ്ങളും എല്ലാം തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞ കുറച്ച് സ്പോയിലർ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ആൻഡ് നമുക്കറിയാം കിൻപിൻ സത്യം പറഞ്ഞാൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. 8 മണി കഴിഞ്ഞ് ഇനി മുതൽ കർഫ്യൂ ആയിരിക്കും. അതുകൂടാതെ തന്നെ ആൻറ്റി വിജിലാൻറ്റി ലോ കൊണ്ടുവന്നു. സോ ഇതെല്ലാം സത്യം പറഞ്ഞാൽ എഫക്റ്റഡ് ആയി വരുന്നത് നമ്മുടെ സീസൺ 2 സീസൺ 2 മിക്കവാറും ന്യൂയോർക്ക് അവർ ഭയങ്കര എന്താ പറയുക ഒരു ജയിൽ പോലെ ആയിരിക്കും അവരെന്താണെങ്കിലും ചെയ്യാൻ പോകുന്നത്. കാരണം പുള്ളിക്കാരൻ ഇപ്പോൾ ആ ഒരു പവർ ഉണ്ട്. കിൻപിൻ മാത്രമല്ല, പുള്ളിക്കാരൻ അവിടുത്തെ മേയറും കൂടിയാണ്. സോ ആ ഒരു പവർ സ്ട്രഗിൾ നമുക്ക് എന്താണെങ്കിൽ സീസൺ 2 നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ടാസ്ക് ഫോഴ്സ് പനിഷറിനെ പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ലാസ്റ്റത്തെ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനകത്ത് മനുഷ്യർ അവിടുന്ന് എസ്കേപ്പ് ചെയ്യുന്നത് മുതലാണ് നമുക്ക് ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണെങ്കിലും ഈ ഒരു സീസൺ 1 അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർക്ക് സോളിഡ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനും അവർക്ക് കഴിയുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറഞ്ഞ 2 ക്യാരക്ടേഴ്സിൻ്റെ ഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ മിക്കവാറും സീസൺ 2 ഇതിനേക്കാളും കിടിലൻ തന്നെയായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഞാൻ ആസ് ഒരു ഫാൻ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് കുറച്ച് കാലം കൂടിയിട്ട് നമുക്ക് മാർവൽ ടെലിവിഷൻ്റെ ഭാഗത്ത് നല്ലൊരു സീരീസ് നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഇപ്പോഴും നെറ്റ്ഫ്ലിക്സിലുണ്ടായിരുന്ന ഡെയർ ഡെവിൾ ആയിരുന്നോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ ഡിസ്നിയുടെ പുതിയ ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? രണ്ടും സെയിം വൈബാണോ, സെയിം ലെവലാണോ എന്നുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ആക്ഷൻ സീക്വൻസ് ഏതായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കാവുന്നതാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ആർമി നമുക്ക് 100K എത്തിക്കാൻ സാധിക്കുള്ളൂ. സോ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക, എൻ്റെ കാര്യങ്ങൾ ഞാനും ചെയ്യുന്നത് തന്നെയായിരിക്കും. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. Stay safe guys, stay awesome. See you guys next episode.